നല്ല കഴുകിയെടുത്തിട്ടുള്ള അടയിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ അടപ്പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള അടയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തത് ഇത് തിളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് അടപ്പായസത്തിന് അരിയടയാണെങ്കിലും ഇത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അപ്പോൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ആ തിളക്കുന്ന ഇതിലേക്ക് തന്നെ നമുക്ക് നല്ല ഒരു പാകം ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തേങ്ങയുടെ നമുക്ക് 1 അതുപോലെ 2, 3 അങ്ങനെ 3 തരത്തിലുള്ള പാൽ, 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ, അങ്ങനെ 3 തരത്തിലുള്ള പാലുകൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിലെ 3-ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് കുറച്ച് ശർക്കര എടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളവും ചേർത്തതിന് ശേഷം അതിനെ നമുക്ക് ഒരു പാവായി വരുന്നതിന്, അതായത് അതിനെ ഒരു ലിക്വിഡ് രൂപത്തിലാക്കി എടുക്കുന്നതിന് നമുക്ക് ചൂടാക്കി എടുക്കാവുന്നതാണ്. അത് ചൂടാക്കി എടുത്തതിന് ശേഷം അതിനെ നമുക്ക് നമ്മുടെ ഈ അട ചൂടാക്കിയ വെള്ളത്തിലേക്ക് അതുപോലെ 3-ാം പാൽ ചേർത്ത അടപ്പായസത്തിലേക്ക് നമുക്ക് ആ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മധുരവും അതുപോലെ തന്നെ നമ്മുടെ ഈ മധുരവും നമ്മുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു ഈക്വലൈസ് ആയി വരുന്നതിനാണ് നമ്മൾ ഒരു തരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി നമ്മുടെ മധുരം തന്നെ ആയിരിക്കും നമ്മുടെ മുൻപന്തിയിൽ ഉണ്ടാവുക, എങ്കിലും ആ ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല തിക്ക് എളുപ്പത്തിലായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദയോ അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടിയോ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്ന. ഒരിക്കലും ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചൂടുള്ളതിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട കെട്ടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും ചേർത്ത് കൊടുക്കാൻ പാടില്ല. അത് ഒഴിവാക്കുന്നതിന് നമുക്ക് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. അതായത് 1-ാം പാലും 2-ാം പാലും മാത്രമേ എടുത്തിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ആദ്യം 2-ാം പാൽ ചേർത്ത് പിന്നീട് 1-ാം പാൽ ചേർക്കാം. 3 തരത്തിലുള്ള പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആദ്യം 3-ാം പാൽ ചേർക്കാം, പിന്നെ 2-ാം പാൽ ചേർക്കുക, പിന്നീട് 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. ആ ഒരു പ്രോസസ്സ്. അപ്പോൾ കുറച്ച് ടൈം കൂടുതലെടുക്കും. കാരണം വീണ്ടും നമുക്ക് കുറച്ച് തിളച്ച് വറ്റി വരേണ്ടതായിട്ടുള്ള ആ സമയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം കുറച്ച് മാറ്റം ഉണ്ടാവും. അതിനുശേഷം നമുക്ക് കുറച്ച് നമ്മുടെ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ സാധാരണ പായസം ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ അതിലോട്ടേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ബാക്കി ബദാം ഉണ്ടെങ്കിൽ ബദാം, ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈത്തപ്പഴം, പഴമുണ്ടെങ്കിൽ പഴം, ഇതൊക്കെ വറുത്ത് ചേർക്കാവുന്നതാണ്. എന്തൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ള അതൊക്കെ ചേർക്കാം. ഇപ്പോൾ നമ്മളിവിടെ ചേർക്കുന്നത് നല്ല അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിങ്ങയാണ്. അപ്പോൾ അത് നല്ലവണ്ണം നല്ല പശുവിൻ നെയ്യിൽ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. ഇതൊക്കെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇതൊന്നും ഒരു കണക്കില്ല. അതായത് ഇപ്പോൾ ഒരു 10 എണ്ണോ അല്ലെങ്കിൽ 20 എണ്ണോ ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെയാണ് മുന്തിരി കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നല്ല ചൂടായ നെയ്യിലാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ അത് കറുത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ അടപ്പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഓണക്കാലത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടപ്രഥമനാണ് ഇത് കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.